മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ 2025 ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധവാരം ക്യാമ്പയിനായി ആചരിക്കുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് തിങ്കളാഴ്ച മർത്താക്കര ദേശത്ത് പഞ്ചായത്ത് ഹരിതകർമ്മസേന ദേശീയപാതയോരം വൃത്തിയാക്കി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, വാർഡ് മെമ്പർ ശ്രീ ജോസഫ് പടമാട്, ഷാജി വാരപ്പെട്ടി, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ജോൺ ടി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ KM, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ TJ, ഹരിതകർമ്മസേന അംഗങ്ങളും ക്യാമ്പയിനിൽ പങ്കെടുത്തു. ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നത് തുടരുന്നത് തടയുന്നതിന് ഹൈവേ അതോറിറ്റി ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന പരിസര പ്രദേശത്ത് ഹൈവേയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തുടരുന്നുണ്ടെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ജനുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുത്തൂർ പഞ്ചായത്തിൽ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ ജോസഫേട്ടൻ, പിന്നെ 6ാം വാർഡ് മെമ്പർ ഷാജേട്ടൻ, പിന്നെ അങ്ങനെ ഇതിനെത്തിച്ചേർന്ന എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളും ജിഷ HI എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്ന് ആണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ജനുവരി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് സർക്കാർ ദിനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 6-ാം തീയതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഇന്ന് ഹൈവേ വിദ്യാർത്ഥികളായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൈവേ കൊണ്ടുപോകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഹൈവേ അതോറിറ്റിയുടെ ഇടപെടൽ വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മാലിന്യം അവസ്ഥയാണ്. പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഹൈവേ അതോറിറ്റിക്ക് പല ആവർത്തി ഗ്രാമപഞ്ചായത്ത് കത്ത് കൊടുക്കുകയും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടും ഇതുവരെയായിട്ടും അതോറിറ്റിക്കാർ വേണ്ട വിധത്തിലുള്ളൊരു മാലിന്യ മുക്തമായിട്ടുള്ളൊരു പരിസരം സൃഷ്ടിക്കാനായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുള്ളത്. 5 വാർഡുകളിൽ ഈ കക്കൂസ് മാലിന്യം ഒഴുകിച്ചെന്നു വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കുടിവെള്ളം മലിനമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും അധികാരികൾ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ നിന്നും വേണ്ട ഒരു നടപടി അടിയന്തരമായിട്ട് കൈക്കൊള്ളണമെന്ന് കൂടി ഗ്രാമപഞ്ചായത്തിന് ഒരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പരിപാടിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഹൈവേ മാലിന്യവുമായിട്ടും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒട്ടേറെ പദ്ധതികളാണ് നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കക്കൂസ് മാലിന്യം തടയുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിൽ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധികാരികൾ